ഹലോ, അങ്ങനെ നമ്മൾ ഫൈനൽ ഇയർ എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഹലോ, അങ്ങനെ ഇതാ കുറേ ദിവസം വീട്ടിലിരുന്നിട്ട് ഞാൻ ഇതാ കോളേജിൽ പോകാൻ വേണ്ടി പോവാണ്. വെറുതെ കോളേജിലല്ല, നമ്മുടെ ഇന്ന് ഫൈനൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ വന്ന പോലൊരു ഫീലിംഗ് ആണ്. ഫസ്റ്റ് ഇയർ ഇതാ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ എന്നൊരു ഫീലിംഗ് ആണ്. പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിലെ കുറേ മെമ്മറീസ് വെച്ചിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. കുറേ നാളത്തെ ആഗ്രഹമാണ്, പക്ഷെ നടക്കുന്നില്ല. എന്തായാലും ഞാനത് ഒട്ടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോട്ടെ. അപ്പം ഇന്നെന്ന് പറയുമ്പോഴേക്കും കോളേജിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. വേറെ ഒന്നുമല്ല, കുറേ ദിവസമായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ മടുത്തു. കാരണം വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് 2 ദിവസം ക്ലാസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോഴേക്കും മാറും, അത് വേറെ കാര്യം. എന്നാലും ഇന്ന് പോകുന്നതിൻ്റെ ഒരു മടുപ്പായിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതാ രാവിലെ എഴുന്നേറ്റ് ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാവിലേക്ക് രാവിലെയോ എപ്പോഴെങ്കിലും എഴുന്നേറ്റിട്ട് കുറച്ചേരം എന്താ പറയുക, ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒറ്റയ്ക്ക് കുറച്ചേരം ഇരുന്ന് എന്തെങ്കിലും നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ല, അതൊക്കെ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കേൾക്കുമ്പോൾ ഇപ്പം കൊച്ചിന് എന്താണ് വട്ടായോ എന്നൊക്കെ തോന്നും. പക്ഷേ സംഭവം അടിപൊളി പരിപാടി കേട്ടോ. നമ്മളെ മനസ്സിൽ രാവിലെ തന്നെ ഉള്ള നെഗറ്റിവിറ്റി ഒന്നും വരാതെ നല്ല പോസിറ്റീവ് ആവാൻ വേണ്ടി നമ്മളെ സഹായിക്കും. പിന്നെ ഇതാ ജേണൽ എഴുതാൻ ഓർത്തു. അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയാണ് രാവിലെ ജേണൽ എഴുതുന്ന കാര്യം. ഞാൻ ഓവറായിട്ട് ഇത് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതെന്താണിത് പറഞ്ഞ് വെറുപ്പിക്കാതെ എന്നെന്തിനാ തോന്നിപ്പിക്കുന്നതെന്ന് ഓർത്തു. എങ്കിലും ഒന്ന് ചുരുക്കി 2 വാക്കി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ മൈൻഡിൽ ആ ഒരു ടൈം വരുന്ന എല്ലാ തോട്ട്സും നെഗറ്റീവും പോസിറ്റീവും എല്ലാ കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യും. സോ നമുക്ക് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്ന പ്രോബ്ലംസ് എന്താണെന്ന് ഉള്ളൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ അതിനു വേണ്ടി ഞാൻ എഴുതുന്ന സംഭവമാണ്. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത മെയിൻ പരിപാടി നമ്മൾ പാക്കിംഗ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് ബുക്സും കാര്യങ്ങളൊക്കെ ഒഴികെ ബാക്കി എന്തൊക്കെയൊക്കെ ആയിരുന്നു ഇരുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. മെയിനായിട്ട് ടാബ് എടുത്തു. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സെറ്റാണ്. പിന്നെ അല്ലാണ്ട് ഞാനൊരു നോട്ട്ബുക്ക് കൂടെ എടുത്തു വെച്ചു, ഇൻ കേസ് വല്ല കേസ് എടുക്കേണ്ടി വന്നാലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ്. പിന്നെ ചില സീനിയർ ഫാക്കൽറ്റീസ് നമ്മുടെ കയ്യിൽ ബുക്സ് ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും ടാബോ കാര്യങ്ങളോ ഇരുന്നാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടും കൂടി ആയിട്ട് ഞാനൊരു ബുക്ക് കൂടെ എടുത്തു വെച്ചു. പിന്നെ ലാസ്റ്റായിട്ട് പേനയും പെൻസിലും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു പൗച്ച് കൂടെ എടുത്തു വെച്ചു. പിന്നെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം തക്കോട. ഇവിടെ നമ്മൾ പാലക്കാട് നല്ല ചൂടാണ്. നിങ്ങളൊക്കെ സ്ഥലത്ത് എങ്ങനെയുണ്ട് ചൂടൊക്കെ? പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഉദ്ദേശിച്ചത് ഓട്സ് ആണെങ്കിലും പാലില്ലാത്തതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ ഈ ഒരു പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓർത്തു. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. കുറേ നാൾക്ക് ശേഷം വീണ്ടും യൂണിഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, വേഗം പോയി റെഡി ആവണം. മസ്റ്റായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ലിപ്സ്റ്റിക്കും, അത്രേ ഉള്ളൂ. എല്ലാം എടുത്തു വെച്ചപ്പോഴും സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടില്ല നോർത്ത. പിന്നെ ഓടിപ്പോയി അതൊക്കെ എടുത്ത് അതുകൂടെ എടുത്ത് ഞാൻ വെച്ചു. അങ്ങനെ മൊത്തത്തിൽ ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ഇത്രയും നേരം മടിയില്ലാഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒടുക്കത്തൊരു മടി വന്നു. പിന്നെ അങ്ങനെ ഞാൻ കോളേജിലോട്ട് എത്തി. അപ്പം എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് OBGയിലാണ് ഒരു 2 ആഴ്ചത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യും, അപ്പോൾ വേറെ പോസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ OBGയിലാണ്. ഇപ്പം HOD മാമിൻ്റെ ഒക്കെ ക്ലാസ്സാണ്. അപ്പം ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഉച്ച വരത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഉച്ച വരെയുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത റൗണ്ട് ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി സമയമായി. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ പോകണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് പോകണോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു, നടക്കാനും ഭയങ്കര മടി. പിന്നെ എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ക്ലാസ്സിലോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നു.
അപ്പം അതായിരുന്നു ഇന്നത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ്. അപ്പം അതോടെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഞാൻ വീട്ടിലെത്തി. വൈകുന്നേരമൊക്കെ ആയി. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഫോണൊക്കെ നോക്കി കുറച്ച് നേരം എൻജോയ് ചെയ്യുമായിരുന്നു. നല്ല മടുപ്പുണ്ടായിരുന്നു. പക്ഷെ ക്ലാസ്സും അല്ലെങ്കിൽ ഇന്ന് പോയ കാര്യങ്ങൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാണ്ട് ഈ നടത്തവും വെയിലുമായിരുന്നു മെയിൻ പ്രശ്നം. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും രാവിലെ കഴിക്കാൻ വേണ്ടി പറ്റാത്ത ഓട്സ് ഞാൻ വൈകുന്നേരം ഇരുന്ന് കഴിക്കായിരുന്നു. എന്തോ അതിനോട് ഭയങ്കര ക്രേവിങ്സ് വന്നിട്ട് അപ്പം അതിരുന്ന് കഴിക്കായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കി അത് എഴുതി വെക്കാം, കാരണം എനിക്ക് നല്ല ബോർ അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടിയുള്ള കുറച്ച് മോട്ടിവേഷൻ കിട്ടിയോണ്ട് ഞാൻ അതിരുന്ന് എഴുതി. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വ്ളോഗ് കുറച്ച് ഡ്രൈ ഫീലിംഗ് ആയിരിക്കും, കാരണം എന്നെ മാത്രമാണല്ലോ കാണുന്നത്, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കോളേജ് ടൈമിലെ കാര്യങ്ങൾ അതൊന്നും കാണിക്കുന്നില്ല. അത് വേറൊന്നുമല്ല, നമ്മൾ ഫസ്റ്റ് ഡേ ആണ്, പിന്നെ ക്ലിനിക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആകുന്നുള്ളൂ. ഇത് ജസ്റ്റ് റഫ് ആയിട്ടുള്ള ഒരു പോസ്റ്റിംഗ് ആണ്. ശരിക്കും ഉള്ളത് ഈ മാസം 20-ാം തീയതി ഒക്കെ കഴിയുമ്പോഴേ ആവത്തുള്ളൂ. അപ്പോഴാണ് ശരിക്കുള്ള ഒരു പോസ്റ്റിങ്ങും ശരിക്കുള്ള നമ്മുടെ OT അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതൊക്കെ ആയിട്ട് നമുക്ക് കാണിക്കാന്ന് വെച്ചാലും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് ഇതാ എൻ്റെ ഈ മുഖം മാത്രം ഈ വീഡിയോയിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അപ്പം അങ്ങനെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളൊരു ഫൈനൽ ഇയർ കയറി അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നിയില്ല. നോർമലായിട്ട് ക്ലാസ്സിൽ പോയി വന്നു ആ ഒരു ഫീലിംഗ് ഉള്ളു. ചിലപ്പം പ്രാക്ടിക്കൽ എക്സാം ഉണ്ടല്ലോ തേർഡ് ഇയർ, അതോടെ കഴിഞ്ഞാൽ ചിലപ്പം ഒരു ഫീലിംഗ് വരുമായിരിക്കും. ഇപ്പം നോർമലായിട്ട് ക്ലാസ്സിൽ പോയി വന്ന ആ ഒരു ഇതേ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നൈസായിരുന്നു, കൊള്ളായിരുന്നു. അപ്പം ലാസ്റ്റ് ഇയർ എന്റെ തേർഡ് ഇയറിന്റെ ഫസ്റ്റ് ഡേയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഇന്നത്തെ ദിവസത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോഴായാലും ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയുന്ന സമയത്ത് ഇതെന്താ ഭ്രാന്താണെന്ന് തോന്നുമായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഇന്നാണെങ്കിൽ ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, സ്റ്റോറി ഒക്കെ എടുത്തിട്ടു. കാരണം അത് അത്യാവശ്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്നല്ല, നമ്മള് എറണാകുളത്ത് പോയി എടുത്തൊരു ഫോട്ടോസ് ആയിരുന്നു സംഭവം. കാരണം അപ്പൊ അത് അത്രയും ട്രാവൽ ചെയ്ത് മടുത്ത്, അതായത് നമ്മളിത് എടുക്കാൻ വേണ്ടി നമ്മൾ പോയി സംഭവം ചെയ്തതാ. അപ്പൊ അതിന് എനിക്ക് സ്റ്റോറി അറൌണ്ട് 11K വ്യൂസ് ഉണ്ടായിരുന്നു. അതില് ഒരു 1000 to 2000 അതിന്റെ ഇടയിൽ കുറെ ലൈക്സ് കിട്ടി. അപ്പം പിന്നെ കുറെ എനിക്ക് റാൻഡം ആയിട്ടുള്ള കുറെ മെസ്സേജ് നല്ലതാണ് രസമുണ്ടെന്നൊക്കെ പറഞ്ഞ മെസ്സേജ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷിക്കണം. നമ്മൾ അത്രയും എഫോർട്ട് ഇട്ട് ഒരു സംഭവം ചെയ്തിട്ട് അതിനൊരു റിസൾട്ട് വന്നപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി പോയി. എനിക്ക് ഭയങ്കര ഒരു രസം തോന്നി. പിന്നെ കുറെ നല്ല നല്ല മെസ്സേജ് ഒക്കെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി. വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇന്ന് കുറച്ചു നേരം ഒരു 1.5 മണിക്കൂർ എന്റെ കോളേജിലുള്ള ഒരു കൊച്ചുണ്ട്, എന്റെ ഒരു ജൂനിയർ ആണ്. അപ്പൊ ആളോട് കുറെ നേരം സംസാരിച്ചു. നമ്മളെ നോർമലായിട്ട് സംസാരിക്കുന്നില്ലേ, അല്ലറ ചില്ലറ കാര്യങ്ങൾ. ഇപ്പം ഭയങ്കര കൈൻഡ് ഓഫ് ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട്. അപ്പൊ അതും കൂടെ എനിക്ക് മെൻഷൻ ചെയ്യണം തോന്നി. ലൈക്ക് ഇന്നത്തെ നടന്നിട്ടുള്ളൊരു ഓർക്കുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അത്രയൊക്കെയായിരുന്നു എന്റെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ. ഇനി നേരെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാ. ഒരു 11 മണി 11:15 ആയിട്ടുണ്ടായിരിക്കും. ഇനി നേരെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാ. അത് കഴിഞ്ഞിട്ട് രാവിലെ 8 മണിക്ക് ക്ലാസ് ഉണ്ട്, മെഡിസിന്റെ ക്ലാസ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.